ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഗോവിന്ദനും കനകയും കൂടി ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ മോളുടെ കാര്യമൊക്കെ ഓർത്തിട്ട് ആ സമയത്താണ് അനി വിളിക്കുന്നത്. അനി വിളിക്കുമ്പോൾ ശരിക്കും പേടിച്ചു പോയിട്ടോ. കൈ നിന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, എന്താ അനുമോനെ, അവിടെ വല്ല വിശേഷമുണ്ടോ, അവിടെ വല്ല പ്രശ്നമുണ്ടോ, എന്താ പറ്റിയ, എൻ്റെ മോളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അയ്യോ എന്താ ഇങ്ങനെ നയനേച്ചിയുടെ അമ്മ എന്താ ഇങ്ങനെ പറയണേ, കാരണം ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? നയനേച്ചി എന്തായാലും പ്രശ്നം ഉണ്ടാക്കില്ല, പിന്നെ നവ്യ പ്രശ്നം ഉണ്ടാക്കിയാലേ ഉള്ളൂ. എന്തായാലും നയനേച്ചി ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ലല്ലോ, പിന്നെ എന്താ പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുന്നത്. എന്തായാലും മകളെ ഓർത്ത് സങ്കടപ്പെടുക വേണ്ട, ഇവിടെ ഞാൻ വെറുതെ വിളിച്ചാണ്, ഇവിടെ വേറെ ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ നയനേച്ചിക്ക്, ഇവിടെ എല്ലാം പതിവ് പോലെ തന്നെ ആയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. സമാധാനമായി, ആശങ്ക കൊണ്ടാണ് വിളിച്ചത്. കാരണം ഇന്നലെ അത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് മോളും കൂടെ വരികയും ചെയ്തു. ഇനി അതിൻ്റെ പേര് തിരിച്ച് ചെന്നപ്പോൾ വല്ല പ്രശ്നം ഉണ്ടായോ എന്ന് അറിയത്തില്ലല്ലോ, ആ ഒരു ആശങ്ക കൊണ്ടാട്ടോ ചോദിച്ചത് എന്നൊക്കെ പറയുകയാണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണോട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും പേടിക്കേ വേണ്ട, ഏട്ടത്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയില്ലേ, ഞാൻ ഇവിടെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഏട്ടത്തിക്ക് പ്രശ്നമൊന്നുമില്ല, പിന്നെ മറ്റൊരാൾക്കൊരു ചെറിയ പ്രശ്നമില്ലാതെ ഇല്ല. അപ്പോഴേക്കും ആർക്കാ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴേക്കും, അല്ല ഏട്ടത്തിയുടെ ചേച്ചി ഒരാളിവിടെ ഉണ്ടല്ലോ, എൻ്റെ മറ്റൊരു ഏട്ടത്തി. എന്തായാലും നയനേച്ചിയുടെ സ്വഭാവമൊന്നും അല്ല ആ ഏട്ടത്തിക്ക് ഇപ്പോൾ വയറ്റിൽ ഗർഭിണിയായതിൻ്റെ ആയിരിക്കും, ഭയങ്കര വിശപ്പും ഇതൊക്കെയാണ്, നട്ടപ്പാതിരയ്ക്ക് വരെ ഇരുന്ന് ഭക്ഷണം കഴിക്കലാണ് പരിപാടി. അപ്പോൾ ഇന്നലെ രാത്രി അതും നല്ല ഫുഡൊന്നും അല്ല കേട്ടോ, അല്ലാതെ ഓർഡർ ചെയ്ത് വരുത്തുന്ന ഫുഡും അങ്ങനെയുള്ള ഫുഡൊക്കെയാണ് കഴിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ വിശപ്പും കാരണം അപ്പോൾ എല്ലാവരും പിടിച്ച് തിന്നുന്ന അവസ്ഥയിലാണ് എന്ന് തമാശ രൂപേണ നമ്മുടെ അനി ഇങ്ങനെ പറയുകയാണ്. ഗർഭിണിയല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാകും, അമ്മയും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനി എന്നാൽ ശരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കനക ഇങ്ങനെ പറയുക, അവൾ ഗർഭിണിയാണ്, അവൾക്കായിട്ട് നമുക്കൊന്നും മേടിച്ചു കൊടുക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെ ഇരിക്കണ അവസരത്തിൽ ഇഷ്ടമുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്, അതൊന്നും ഒരമ്മയെന്ന നിലയിൽ എനിക്ക് കൊണ്ടു കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, നമ്മളെ പോലുള്ളൊരു വീടല്ല, നമ്മളെക്കാൾ ഒരുപാട് ഭക്ഷണവും അതുപോലെ തന്നെ സാമ്പത്തികവും ഒക്കെ ഉള്ളൊരു വീട്ടിലേക്കാണ് നമ്മുടെ മോള് ചെന്ന് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അവൾക്ക് മാത്രമല്ല, നയനയാണെങ്കിൽ ഒരു പക്ഷേ ആരെങ്കിലും എടുത്തു കൊടുത്തില്ലെങ്കിലോ ഒക്കെ ഒരു പക്ഷേ കഴിച്ചില്ല എന്നൊക്കെ ഇരിക്കും. പക്ഷേ നവ്യ അങ്ങനെയല്ല, അവൾക്ക് ആവശ്യമുള്ളതൊക്കെ അവളെടുത്ത് കഴിക്കുകയും ചെയ്യും, ആരോട് വഴക്കിട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, അവളുടെ കാര്യം നടത്തിയെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നീ നവ്യ ഓർത്ത് പേടിക്കുകയേ വേണ്ട, നമ്മുടെ ഇളയ മോളെ മാത്രം ഓർത്ത് നമ്മൾ സങ്കടപ്പെട്ടാൽ മതി. നവ്യ ഓർത്ത് സങ്കടപ്പെടേണ്ട, പിന്നെ നമ്മൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി അത് എന്തെങ്കിലും ഭക്ഷണ സാധനമായിട്ട് അങ്ങോട്ടേക്ക് ചെന്നാൽ തന്നെ വെറും പുച്ഛത്തോടു കൂടി അത് വലിച്ചെറിയുക മാത്രമാണ് നമ്മുടെ മൂത്ത മോള് ചെയ്യുള്ളൂ. അപ്പോഴേക്കും കനക പറഞ്ഞു, ഗോവിന്ദേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്, അവൾക്ക് നമ്മളോടൊക്കെ പുച്ഛമാണ്, അല്ലെങ്കിൽ നയന നമുക്ക് വേണ്ടിയിട്ട് ഇത്രയധികം പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുകയും നമ്മളെ സഹായിക്കാനായിട്ട് ഇത്രയധികം കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മളോട് സുഖമാണോ എന്നൊരു വാക്ക് ചോദിക്കാൻ നമ്മുടെ മോള് നമ്മളെ വിളിക്കാറില്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്നെ ഞാൻ കുറ്റം പറയൂ കനകെ, കാരണം നിൻ്റെ വളർത്തുദോഷം തന്നെയാണ്, പിന്നെ നിന്നെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ലല്ലോ, നന്നാവത്തില്ലല്ലോ അവൾ എന്ന് പറഞ്ഞപ്പോഴേക്കും ഗോവിന്ദേട്ടാ അതെനിക്കറിയാം, ഞാനിപ്പോൾ മറ്റു രണ്ടുപേരെയും സ്നേഹിച്ചതിനൊക്കെ കൂടുതൽ നവ്യയെ സ്നേഹിക്കുകയും നവ്യയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, അവളുടെ സൗന്ദര്യത്തെ പുകഴ്ത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ശാപമായിരുന്നു എന്ന് എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്, അവളുടെ വിവാഹത്തിൻ്റെ ആ ഒരു സമയത്താണ് എനിക്ക് മനസ്സിലായത്. എല്ലാം എൻ്റെ വെറും അഹങ്കാരം മാത്രമായിരുന്നു എന്ന്, നയനയെപ്പോലെ തന്നെ വളർത്തേണ്ടിയിരുന്നു അവളെയും എന്നൊക്കെ കനക ഇങ്ങനെ പറയാം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ ജീവിക്കാനുള്ള കാര്യങ്ങൾ അവൾ നോക്കിക്കോളും, നമ്മൾ അതോർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട. എന്തായാലും പിറ്റേ ദിവസം രാവിലെ നയന ചായയൊക്കെ ആയിട്ട് ആദർശിൻ്റെ റൂമിലേക്ക് ചെല്ലാണ്. അവിടെ ആദർശില്ലായിരുന്നു കേട്ടോ. നോക്കി കഴിഞ്ഞപ്പോഴേക്കും കുളിമുറിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് തന്നെ പറ്റിയ സമയം. നയന ഇങ്ങനെ മനസ്സിലോർക്കുക, ഇന്നലെ വരച്ചൊന്നും എന്നെ കാണിക്കത്തില്ല എന്നും പറഞ്ഞ് ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വരച്ച് കുറിച്ചുകൊണ്ടിരുന്നല്ലോ, ഇത് തന്നെ കറക്റ്റ് സമയം, കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം, എന്നെ ഒളിക്കാൻ നോക്കണത് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര അഹങ്കാരം തന്നെ, അല്ലെങ്കിൽ ഭയങ്കര അഭിമാനം, ദുരഭിമാനം എന്ന് വേണം പറയാൻ, അഭിമാനം എന്നല്ല ദുരഭിമാനം എന്ന് വേണം ഇതിനെ പറയാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ എന്നോടൊരു വാക്ക് പറഞ്ഞ് ഞാനത് കുറച്ച് സമയം കൊണ്ട് ശരിയാക്കി കൊടുക്കില്ല, അപ്പം നമ്മളോട് പറയത്തില്ല, നമ്മളോട് മിണ്ടത്തുമില്ല, ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നയന അത് തപ്പാണ്. അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. അവസാനം ഈ സംഭവം കണ്ടെത്തി. അങ്ങനെ അവൾ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ആദർശ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ആദർശ് ഇത് കണ്ടത് എടി എന്നും പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് ഫയൽ പോയി തട്ടിപ്പറിക്കുക കേട്ടോ. അയ്യോ എന്തൊരു ഡ്രോയിങ്, നിങ്ങളുടെ ആ കലാ മനസ്സുണ്ടല്ലോ, അത് കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ പൊന്നെ എന്തൊരു ഡിസൈനാണത്, എനിക്ക് വയ്യ, ഇത്രയധികം കലയുണ്ടായിരുന്നോ നിങ്ങളുടെ ഉള്ളിൽ എന്നൊക്കെ ചോദിച്ച്, ആദർശൻ്റെ ഉള്ളിൽ ഇത്രയധികം കലയുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ഇവൾ കളിയാക്കാണ് കേട്ടോ.
അതൊന്ന് കാണിച്ചേ, മൊത്തം നല്ലോണമൊക്കെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനത് പുറകിലേക്ക് മാറ്റി പിടിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ ആ വരയുടെ കഴിവ് ഇതൊക്കെ ഇത്ര നാളും മറച്ചു വെച്ചിരിക്കുകയായിരുന്നോ? അപ്പോഴേക്കും അവനതെടുത്ത് മേശയ്ക്കുള്ളിലേക്ക് വരയ്ക്കുക കേട്ടോ. അതവിടെ തന്നെ ഇരിക്കേണ്ടത്, അതിനുള്ളിൽ തന്നെ. എന്തായാലും നിങ്ങളല്ലേ വരച്ചത്, എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയധികം അപൂർവമായ ഡിസൈനൊക്കെ ഒന്ന് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായല്ലോ. ഭഗവാനേ, നന്ദിയുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കഴിവൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്നതിൽ എന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങോട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ആദർശിന് ദേഷ്യം വന്നിട്ടുണ്ട്. ആദർശനാണെങ്കിൽ ചമ്മലുമുണ്ട്. ആദർശം അങ്ങോട്ടേക്ക് മാറിപ്പോവുക. എന്തിനാ അറിയത്തില്ലാത്ത ഈ പണിക്കൊക്കെ പോകുന്നത്? എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ. എനിക്കത് 1-2 മണിക്കൂർ കൊണ്ട്, അല്ലെങ്കിൽ വെറും അരമണിക്കൂർ കൊണ്ട്, 1/4 മണിക്കൂർ കൊണ്ട് ശരിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ഒരു പുതിയ ഡിസൈൻ തയ്യാറാക്കും. ഇത് ഞാൻ വരച്ച ഡിസൈനല്ലേ, അതൊന്നും മാറ്റണമെങ്കിൽ എനിക്കിതിന് മാത്രം സമയം വേണ്ട എന്നും ആദർശേട്ടൻ അറിയാം. പക്ഷേ ആദർശേട്ടൻ അത് വേണ്ട എന്ന് വെക്കുന്നത് എന്നോടുള്ള ആ പിണക്കം കൊണ്ടല്ലേ. എന്നോട് ഉള്ള പിണക്കം കൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാനത് ശരിയാക്കി തരാം. പക്ഷേ എന്നോടുള്ള പിണക്കം മാറ്റണം. പിണക്കം മാറ്റുവാണെങ്കിൽ 1/2 മണിക്കൂറിനുള്ളിൽ ഞാനിത് റെഡിയാക്കി തരാമെന്നേ. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത വാശി ആവശ്യമുള്ളിടത്ത് കാണിക്കണം. ഇത് നമ്മുടെ അത്യാവശ്യമാണ്, അതുകൊണ്ട് എന്തിനു വാശി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ ഒരു സഹായവും എനിക്ക് വേണ്ട. അപ്പോൾ എന്നോട് മിണ്ടിയില്ലേ? അപ്പോഴേക്കും അവൻ ആംഗ്യത്തിലൂടെ കാണിക്കില്ല, മിണ്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാനായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ അവൾ ചോദിച്ചു, ഞാൻ പോകണോ അതോ നിങ്ങൾക്ക് ഓഫീസിൽ പോകണമെന്നോ? എന്താ പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, വാ തുറന്ന് പറ. അപ്പോഴേക്കും അവൻ ദേഷ്യത്തോടു കൂടി പോകാനായിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അവിടെ തള്ളി പുറത്താക്കിയിട്ട് കഥ അങ്ങോട്ട് അടച്ചു വിട്ടോ. എത്ര ദിവസം ഇങ്ങനെ എന്നോട് മിണ്ടാതിരിക്കുന്ന അറിയാം എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ നയനെ പുറത്ത് നിന്ന് ഇങ്ങനെ ചിരിക്കുന്നത്. ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ നവ്യയ്ക്കോ വയറിനാണെങ്കിൽ വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. കാരണം നട്ടപ്പാതിരിക്കിരുന്ന ഭക്ഷണം കഴിച്ചതാണ്. നട്ടപ്പാതിരിക്ക് ശരീരം വെയിറ്റ് വെക്കാനായിട്ടും വയറ് തോന്നിക്കാനൊക്കെ ആയിട്ട് ഭക്ഷണം കഴിച്ച് എൻ്റെ ഭഗവാനെ, ഇപ്പോൾ അവൾക്ക് നിൽക്കാനും മേല ഇരിക്കാനും മേല, വയറുവേദന എടുത്തിട്ട് ഛർദ്ദിക്കാൻ വന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഹെൽത്തി ഫുഡും അല്ലല്ലോ കഴിച്ചത്, പുറത്ത് പോയി നിന്നിട്ട് ഛർദ്ദി കേട്ടോ. ഛർദ്ദി. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി എന്നിട്ട് എന്ത് പറ്റി മോളെ, എന്താ നവ്യമോനെ, എന്താ പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നവ്യ ഓർക്ക് ഈശ്വരാ, നട്ടപ്പാതിരിക്ക് കഴിച്ചതൊക്കെ ശരിയായില്ലെന്ന് പറയാൻ പറ്റുമോ, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അഭി അങ്ങോട്ടേക്ക് വരുന്നത്. അതുപോലെ തന്നെ ജലജയും വരികയാണ്. ഇവളാണെങ്കിൽ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് അഭി പെട്ടെന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വാന്ന് പറഞ്ഞു. അഭി വെള്ളം എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഓടി കേട്ടോ. അപ്പോഴേക്കും ജലജയോട് മുത്തശ്ശി ചോദിച്ചു, എൻ്റെ പൊന്നു ജലജ, നിൻ്റെ മരുമകളല്ലേ ഇത്, ഇവളുടെ ആരോഗ്യകാര്യത്തിലോ നീയും നിൻ്റെ മോനും ഒന്നും ശ്രദ്ധിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ, ഇവളുടെ ആരോഗ്യകാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കാൻ എന്താ, ഇവള് തൂമോ ചീറ്റോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മ കിട്ടുമെന്ന് കയറണം എന്തിനാ എന്നൊക്കെ ചോദിച്ച്. പിന്നെ നീയല്ലേ നോക്കേണ്ടത്, കാരണം നീ അവളുടെ അമ്മായിയമ്മയാണ്. എന്തായാലും ഇവളുടെ വയറ്റിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്, ഒരു കുഞ്ഞുണ്ട്. അതുകൊണ്ട് നീ ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. വയറ്റ് കിടക്കണോ, കൊച്ചിന് എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവ്യ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ വായുഗുളിക കഴിച്ചാൽ ശരിയാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ മരുന്ന് മേടിച്ച് കഴിച്ചോളാം എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയാം. അപ്പോഴേക്കും അപ്പി വന്നിട്ട് ചോദിച്ചു, അങ്ങനെ കണ്ട മരുന്നൊക്കെ മേടിച്ച് കുടിക്കാൻ പറ്റുമോ? വയറ്റിലൊരു കുഞ്ഞുണ്ട്, എന്തായാലും ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ജലജെ, എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ, ഇവളെയും കൂട്ടി ആശുപത്രിയിൽ പോയി നിൻ്റെ മോനോട് പറ, അല്ലെങ്കിൽ നീയും ചെല്ല, ഇവളെയും കൂട്ടി ആശുപത്രിയിൽ പോ. അപ്പോഴേക്കും ജലജ പറഞ്ഞു, ഞാൻ പോകത്തില്ല, ഇവന് വേണേ കൊണ്ടോട്ടെ, ഞാൻ പോകത്തില്ല. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞ്, അവളുടെ ഈ ഒരു അവസ്ഥയിൽ അവൻ മാത്രം പോയാൽ മതി, ഒരു പെണ്ണുകൂടി സ്ത്രീ കൂടി പോകണ്ടേ, കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അപ്പോഴേക്കും അഭിയാണെങ്കിൽ പറഞ്ഞു, എന്തായാലും നവ്യ റെഡിയാകും, ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്തായാലും നവ്യോട് പോയി റെഡിയാകാനായിട്ട് പറഞ്ഞു കേട്ടോ. ഇവള് അഭി പറഞ്ഞു, നവ്യോട് പോയി നീ റെഡിയാകാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയ്ക്ക് അരികിലേക്ക് ചെല്ലുകയാണ്. അമ്മേ, നമുക്ക് മറ്റൊരവസരമാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എനിക്ക് മനസ്സിലായി നിൻ്റെ അവസരം. ഹോസ്പിറ്റലിൽ അവളെ കൊണ്ടുപോയി അവളെയും കൂട്ടി, പിന്നെ ഞാനും പറഞ്ഞായിരിക്കുമല്ലേ ഹോസ്പിറ്റലിൽ പോയിട്ട് ഏതെങ്കിലും ഡോക്ടറെ കണ്ട് ഇത് അബോർഷൻ ചെയ്യാനുള്ള പരിപാടി നോക്കാം, ഇതിന് വല്ല ഇതല്ലേ നിൻ്റെ പ്ലാൻ. എൻ്റെ അമ്മ കറക്റ്റായിട്ട് അമ്മ കണ്ടുപിടിച്ചല്ലോ എന്ന് അഭി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എടാ പൊട്ടാ, നമ്മൾ ഇവളെയും കൊണ്ടേ പോയി ഇവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് പിന്നിൽ ഒരു അന്വേഷണം വരില്ലേ, അതെല്ലാം അവ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മുത്തച്ഛനും ഇവിടെ എല്ലാവരും കൂടെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, പിന്നെ നമ്മൾ തേരെ പരാൻ നടക്കേണ്ട വരും, നിനക്ക് ഒരു വെളിവും വെള്ളിയാഴ്ചയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് അഭിക്കും കാര്യം മനസ്സിലായത്. ജലജ എന്തായാലും ഞാൻ വരില്ല അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്.
ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭിയും. ഇതേ സമയം നവ്യക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ, എങ്ങനെയെങ്കിലും ഈ ആശുപത്രി പോക്കൊന്ന് ഒഴിവാക്കണം. കാരണം ആശുപത്രി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്കിൻ്റെ ഈ കളഗർഭമാണെന്ന് തിരിച്ചറിയില്ല ഇവിടെ. എന്നിട്ട് ഇവളുടെ കൂട്ടുകാരിനെ വിളിക്കണം, ഹോസ്പിറ്റലിലുള്ള കൂട്ടുകാരിനെ വിളിച്ചിട്ട് നീ അവിടെ വല്ല ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. പിന്നെ അറിയുന്ന ഗൈനക്കോളജിനെയൊക്കെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവിടെ ഉണ്ടോ എന്നൊക്കെ. പക്ഷേ ഹോസ്പിറ്റലിൽ അവരില്ല കേട്ടോ. അവർ അത്യാവശ്യമായിട്ട് പുറത്തേക്കെങ്ങാണ്ട് പോയിരിക്കുകയാണ്. മാത്രമല്ല ഇവളുടെ ഒരു കൂട്ടുകാരിയുണ്ട്, നവിയുടെ ഒരു കൂട്ടുകാരിയുണ്ടല്ലോ. അപ്പോൾ അവളും ഹോസ്പിറ്റലില്ല, അവളും അത്യാവശ്യമായിട്ട് അമ്പലത്തിലോ എവിടെയെങ്ങാണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ലീവാണ്. ഈശ്വരാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നവിക്കാകെ വെപ്രാളം. എന്തായാലും നമ്മുടെ നയന തുണിയൊക്കെ അയൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ആദർശ് ഇവൾക്കരികിലേക്ക് വരിക. ഇവൾക്കരികിലേക്ക് വന്നിട്ട് ചോദിച്ചാൽ എൻ്റെ ഷർട്ടൊക്കെ എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എൻ്റെ ഇതിനകത്തിരുന്ന കബോർഡിൽ എൻ്റെ തുണികളൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാൻ പാടില്ല. അല്ല നിങ്ങളെന്നോട് മിണ്ടാറില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ നിങ്ങളുടെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകുന്നത്? ഞാൻ കൊടുത്തിട്ടില്ല. ദേ ചുമേനെ കളിപ്പിക്കല്ലോ കേട്ടോ. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി, അവിടെ അച്ഛൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇന്ന് പെട്ടെന്ന് എടുത്ത് താ, എൻ്റെ ഡ്രസ്സൊക്കെ എവിടെയാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാനൊന്നും ഒളിച്ച് വെച്ചിട്ടൊന്നുമില്ല, ഞാൻ അയൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് ഞാൻ നിന്നോട് അയൺ ചെയ്ത് തരാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ ഞാനത് എന്നും ചെയ്യുന്നതല്ലേ, അതെൻ്റെ കടമയല്ലേ നിങ്ങളുടെ ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കുക എന്നുള്ളത്, ആദർശേൻ്റെ ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കുക എന്നുള്ളത്. അയ്യോ പിന്നെ ഇത്രയും വലിയ ഡിസൈനറുടെ ഡ്രസ്സ് അയൺ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യമല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നെ കളിയാക്കല്ലോട്ടോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അയ്യോ മൂക്കിൻ്റെ ഒപ്പത്താണല്ലോ അല്ലെങ്കിൽ ദേഷ്യം. അല്ല സത്യം, നിങ്ങളുടെ ആ ഷർട്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് അയൺ ചെയ്യുമ്പോഴേക്കും എന്തൊരു സന്തോഷമെന്നറിയാവോ. നിങ്ങളുടെ ആ കഴിവ്, എൻ്റെ പൊന്നെ, ആ കഴിവിന് മുന്നിൽ ഞാൻ നമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആദർശ് ചോദിച്ചാൽ എൻ്റെ ഡ്രസ്സ് എവിടെ? ദാ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവൾ മൂടി വെച്ചിരുന്ന ഡ്രസ്സെല്ലാം എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. വന്ന് നീ ചെയ്യുന്നതൊന്നും ശരിയല്ല കേട്ടോ. ഞാൻ നിൻ്റെ കഴുത്ത് താലി കെട്ടിയ നിൻ്റെ ഭർത്താവാണ്. ഭർത്താവിൻ്റെ അനുസരിക്കാതെ നീ ഇതെങ്ങോട്ടാ? എന്തിനാ നീ എന്നെ കളിയാക്കുന്നത്? നിൻ്റെ ഭർത്താവിനെ കളിയാക്കാൻ കൊള്ളാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. നിൻ്റെ വായ, നിൻ്റെ നാക്ക് ഇത് പിഴുതെറിയേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇത് കേട്ട് നയന ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ഭഗവാനെ, ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട്. എന്തായാലും ഇത്രയും നേരവും എൻ്റെ അടുത്ത് മിണ്ടുല്ല എന്ന് പറഞ്ഞ് മൗനവ്രതമായിട്ട് നടന്ന എൻ്റെ ഭർത്താവ് തന്നെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. അപ്പോഴാണ് നമ്മുടെ ആദർശിന് മനസ്സിലായത്, ഈശ്വരാപ്പെട്ടു. ഈ മിണ്ടൂല എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് ഞാൻ തന്നെ പോയി മിണ്ടിയിലോ, ആ ടെൻഷനിൽ പോയി ചോദിച്ചതുമാണ്. നാണക്കേടായിപ്പോയി. ഇനി ഇത് വെച്ചങ്ങോട്ട് തുടങ്ങും. അപ്പോഴേക്കും നയന പറഞ്ഞു, എൻ്റെ ഭഗവാനെ, ഇത് മാത്രമല്ല ഇപ്പം തന്നെ പറഞ്ഞു കേട്ടില്ലേ ഭർത്താവിനെ ബഹുമാനിക്കത്തില്ലേ എന്ന്. അപ്പോൾ ഭർത്താവ് അന്ന് സമ്മതിച്ചല്ലോ. എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചതിന് ഫലം ഉണ്ടായി എന്നൊക്കെ പറയാം. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഞാൻ ആ ഒരു രീതിയിലൊന്നും അല്ല പറഞ്ഞത്, എൻ്റെ ടെൻഷനിൽ ഞാൻ അങ്ങ് ചോദിച്ചെന്ന് പോലെയുള്ളൂ, എൻ്റെ തുണി കാണാത്തതിൻ്റെ ടെൻഷനിൽ ഞാൻ അങ്ങ് ചോദിച്ചതാണ്. അത് മനസ്സിലായി, മനസ്സീന്ന് വന്നതാ, വായിന്ന് വന്നതല്ല എന്നൊക്കെ മനസ്സിലായി എന്ന് നയന. എന്തായാലും നിങ്ങളിപ്പോൾ എന്നോട് സംസാരിച്ചതുപോലെ, ആദർശൻ എന്നോട് സംസാരിച്ചതുപോലെ തന്നെ ഈ വീട്ടിൽ ആരൊക്കെ എന്നോട് മിണ്ടാതിരിക്കുന്നുണ്ടോ അവരുടെയൊക്കെ അടുത്ത് ചെന്ന് ഞാൻ അവരെ കൊണ്ട് സംസാരിപ്പിക്കും. നോക്കിക്കോ. അപ്പോഴേക്കും പിന്നെ നിന്നോടിപ്പോൾ സംസാരിക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണല്ലോ, കാത്തുകെട്ടി ക്യൂ നിൽക്കുകയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആരും പൊട്ടനൊന്നും അല്ല, നിന്നോട് സംസാരിക്കാനായിട്ട് ആരും ഇവിടെ മണ്ടരോ പൊട്ടനൊന്നും അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പം നിങ്ങളങ്ങനെയാ എന്ന് ചോദിച്ചു കേട്ടോ. നിങ്ങൾ സംസാരിച്ചോ, ആദർശേട്ടനെ സംസാരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, എന്നെയാണോടി നീ പൊട്ടൻ മണ്ടെന്ന് പറഞ്ഞത്? അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല, എല്ലാം ആദർശേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്. ഇറങ്ങിപ്പോയോ, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ട് എന്തായാലും നയനെ അങ്ങോട്ട് പോയിട്ടോ. നയന് പറഞ്ഞു, നയന് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം അവിടെ പറഞ്ഞു, നിങ്ങൾ ചെവിയെ വിളിക്കോ, ഞാനിപ്പോൾ എല്ലാവരെ കൊണ്ടും എന്നോട് സംസാരിപ്പിക്കും, അതിനുള്ള വിദ്യയും എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ നോക്കിക്കോ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെക്കാം, വന്ന് കഴിച്ചിട്ട് പോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നയന അടുക്കളയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചെറിയമ്മ നിൽപ്പുണ്ട്. ചെറിയമ്മയാണെങ്കിൽ ഇവള് വന്നു കഴിഞ്ഞപ്പോഴേക്കും പിണക്കമാണല്ലോ. ഇവളോട് മിണ്ടാതിരിക്കാനും പറ്റില്ല, മിണ്ടിയാൽ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അവസാനം നയന കയ്യെ കാലെ പിടിച്ചിട്ട് പറഞ്ഞു, ചെറിയമ്മ എന്നോട് മിണ്ടാൻ നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ എന്ന് ഒക്കെ പറഞ്ഞു. മാത്രമല്ല എന്നോട് ഇത് ഓർഡർ ഇട്ട ആൾ തന്നെ ഇത് പിൻവലിച്ചോളും, അതിനുള്ള ഐഡിയ എൻ്റെ കയ്യിലുണ്ട്, ചെറിയമ്മൻ്റെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ചെറിയമ്മയും നമ്മുടെ നയനയും കൂടെ ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. അങ്ങനെ പ്ലാൻ പണി നമ്മുടെ നയന എല്ലാവരെ കൊണ്ടും മിണ്ടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ വീഡിയോ റീച്ചിൽ ആയിട്ട് കയറി പോവുള്ളൂ, എല്ലാവരിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. സി ഓക്കെ, താങ്ക് യു.